ഹമാസിനെയും പലസ്തീനെയും പിന്തുണയ്ക്കുന്നവർ ഇനി എന്ത് ചെയ്യും? പലസ്തീൻ്റെ ബാഗുമായി പാർലമെൻറ്റിലൊക്കെ എത്തിയ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇനി തേഞ്ഞൊട്ടും. പപ്പുമോൻ നാട് വിട്ടെന്നാണ് പറയുന്നത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുകയാണ്. പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഹമാസിന് വേണ്ടി റോഡുകളിലിറങ്ങി പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് നിരത്തുകളിൽ സമരം നടത്തുകയുമൊക്കെ ചെയ്ത കോൺഗ്രസ്സുകാർ ഇനി എന്ത് ചെയ്യുമെന്നാണ്. പൊതുവേ DKക്ക് BJPയോടൊക്കെ ഒരു ചായ് ഉണ്ടെന്ന് പറയുന്നതിനിടയ്ക്കാണ് ഇസ്രായേൽ ജനതയും ഇസ്രായേലിനെയൊക്കെ DK ശിവകുമാർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ നല്ലത്. ഡോക്ടർ ഭാർഗവറാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഇനി എന്നാ ചെയ്യും മല്ലയ്യ? കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക PCC അധ്യക്ഷനുമായ DK ശിവകുമാർ ഇസ്രായേൽ ഡെപ്യൂട്ടി കോൺസൽ ജനറലുമായി കൂടിക്കാഴ്ച നടത്തി. ജൂൺ 5-ന് ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണവും സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പാകിസ്ഥാനെതിരെ തുറന്ന വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ തരൂറിനെ തെറിവിളിക്കുന്ന കേരള ഹമാസും അടുപ്പുകൂട്ടി ചർച്ചക്കാരും ശിവകുമാറിൻ്റെ ഈ കൊടുംചതി സഹിക്കുമോ? നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇനി എങ്ങനെ ശിവകുമാർ അണ്ണനെ കൊണ്ടുവന്ന് പ്രചാരണം കൊഴുപ്പിക്കും? താൽക്കാലിക ആശ്വാസത്തിന് കേരള ഹൈക്കമാൻഡ് VD സതീശൻ സാർ ശിവകുമാറിൻ്റെ പ്രവൃത്തിയെ തള്ളിപ്പറയട്ടെ. ഇങ്ങനെയാണ് ഭാർഗവറാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത്. ശരിയാണ്, നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ ഈ ഗാസയ്ക്ക് വേണ്ടിയൊക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലടിക്കണ്ടേ, സുഡാപ്പികളെ സന്തോഷിപ്പിക്കണ്ടേ? അതിനുവേണ്ടി പലസ്തീന് വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയും ഹമാസിന് വേണ്ടിയൊക്കെ നിലവിളികൾ ഉയരണ്ടേ? എന്നാലല്ലേ 4 വോട്ട് ഷൗക്കത്തിന് കിട്ടൂ. അതിനുവേണ്ടി കർണാടകയുടെ നെടുന്തൂണായ കർണാടകയിൽ BJP വളർത്തി വലുതാക്കിയ BJP ഇപ്പോഴും നിലനിർത്തുന്ന സിദ്ധരാമയ്യയ്ക്ക് ആ മുഖ്യമന്ത്രി കസേര കിട്ടാൻ വരെ കാരണക്കാരനായ DK ശിവകുമാർ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇനി സതീശണ്ണനും KC അണ്ണനും ഒക്കെ എന്ത് ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തത്. അതായത് ഈ ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എപ്പോഴും നിൽക്കുന്നത്. തിരിച്ച് ഇസ്രായേലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളുമായി ആയുധ കരാറിന് വരെ ഇസ്രായേൽ ഒരുങ്ങുകയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മീഡിയ മലയാളം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരുന്നു. ജൂതപ്പട ഇസ്രായേലിലേക്ക് വരികയാണ്. ജൂതപ്പട ഇന്ത്യയിലേക്ക് വരികയാണ്. അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ നമുക്ക് വേണം. 150 കോടിയുടെ മിസൈലുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഇസ്രായേലിന് വേണമെന്നാണ് ഇസ്രായേൽ ഇന്ത്യയോട് പറഞ്ഞേക്കുന്നത്. ഇതുവരെ അമേരിക്കയുമായാണ് ഇസ്രായേലിന് ആയുധ കച്ചവടം ഉണ്ടായിരുന്നത്. അത് മാറി അമേരിക്ക സൈന്യം വരെ ഞെട്ടിയിരിക്കുകയാണ്, ട്രംപ് വരെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ആയുധ ശേഖരങ്ങളും പ്രതിരോധ മേഖലയിലെ ശക്തിയും വളർച്ചയുമൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ചൈനയും അമേരിക്കയും ഒക്കെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ വേണം. 300 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന സൂപ്പർ സോണിക് മിസൈലുകളാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേൽ വാങ്ങാൻ പോകുന്നത്. ഇന്ത്യയുടെ ആയുധ മേഖലയിലെ ശക്തി എന്ന് പറയുന്നത് ഏകദേശം 2026 ആകുമ്പോൾ 30,000 കോടിയുടെ വർധനമെന്നാണ് പറയുന്നത്. പല ബ്രഹ്മോസ് മിസൈൽ അടക്കം, അക്ഷതീർത്ഥം അടക്കം, ആകാശ് മിസൈൽ അടക്കം. ഇപ്പോൾ ബ്രഹ്മോസ് റഷ്യയുമായി ചേർന്നാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതെങ്കിൽ പോലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ആയുധ ശേഖരണത്തെ പല രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. ഈ 18 രാജ്യങ്ങളാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായി ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഇസ്രായേലിനെ നമുക്കറിയാം. ഇസ്രായേൽ എപ്പോഴും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നിരന്തരം ഭീകരരെ അഴിച്ചുവിടുമ്പോഴും എൻ്റെ സഹോദരനെ നിങ്ങൾ തൊട്ടാൽ അത് എന്നെ തൊടുന്നത് പോലെയാണ്, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ നിലപാട്, പരോക്ഷമായി തന്നെ അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ്. മാത്രമല്ല, എന്ത് സഹായം വേണമെങ്കിലും ഇന്ത്യക്ക് തരാൻ തയ്യാറാണ്. മൊസാദിൻ്റെ സഹായം വരെ ഇന്ത്യക്ക് നൽകാൻ തയ്യാറായവരാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ജനതയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അവരുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ജൂതന്മാർക്ക് ഏറ്റവും ബഹുമാനവും ആദരവും സ്വീകാര്യതയും കിട്ടുന്നത് ഇന്ത്യയിലാണ്. അത് അവർക്ക് നന്നായിട്ട് അറിയാം.
ഇവിടെ DK ശിവകുമാർ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം വരാമെന്ന് ഉറപ്പ് നൽകുകയും അവിടുത്തെ കോൺസുലേറ്റിലെ അംഗവുമായി അദ്ദേഹം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ പപ്പുമോനും സതീശനും സോണിയയ്ക്കും പ്രിയങ്കയ്ക്കും ഒന്നും നെഞ്ചിടിച്ചിട്ട് കാര്യമല്ല. പ്രിയങ്കയുടെ പലസ്തീൻ ബാഗൊക്കെ വല്ല വെള്ളത്തിലും കൊണ്ടെറി മോളെ എന്നേ പറയാനുള്ളൂ. കാരണം DK ശിവകുമാർ കർണാടകയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൽ നിന്ന് മാറിയാൽ കോൺഗ്രസ് അവിടെ നിലം പതിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോൺഗ്രസിൻ്റെ അടപ്പ് കർണാടകയിൽ ഇളകുമെന്നുള്ളതാണ്. കുംഭമേളയെ വിമർശിച്ച് ഖാർഗെ രംഗത്തെത്തി. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ പറഞ്ഞു കുംഭമേളയിൽ മുങ്ങിക്കുളിച്ചാൽ ദാരിദ്ര്യം മാറുമോ എന്നുള്ളത്. തൊട്ടടുത്ത ദിവസം DK ശിവകുമാർ ഭാര്യ മകൾ ഉൾപ്പെടെയുള്ളവർ കുംഭമേളയിലെത്തി സ്നാനം ചെയ്ത് കുംഭമേളയെക്കുറിച്ച് ഏറ്റവും നല്ല വാചകങ്ങൾ എഴുതി അദ്ദേഹം ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് അത് വലിയ ചർച്ചയായതാണ്. മാത്രമല്ല അദ്ദേഹം ഈ കർണാടകയിൽ പല മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പതിവ് യാത്രകൾ, അതായത് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ക്ഷേത്രങ്ങളിൽ പോകുക, പിന്നെ അത് മാറ്റിവെക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള കൃത്യമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ DK ശിവകുമാറിൻ്റെ ചായ്വ് എങ്ങോട്ടാണ്? കാരണം കോൺഗ്രസിൽ നിന്നാൽ ഇനി രക്ഷയില്ല എന്ന് ഒരുമാതിരി ബുദ്ധിയും വിവരവുമുള്ള എല്ലാ നേതാക്കന്മാർക്കും മനസ്സിലായ കാര്യമാണ്. അവിടെ മുഖ്യമന്ത്രി പദത്തിനും ഭാവി പ്രധാനമന്ത്രി പദത്തിനുമുള്ള തമ്മിത്തല്ലും ബഹളവും അല്ലാതെ പാർട്ടിയെ വളർത്താനൊന്നും കോൺഗ്രസിൽ ആർക്കും താല്പര്യവുമില്ല, ആർക്കും വലിയ ഉദ്ദേശവുമില്ല അതിൻ്റെ. പിന്നെ ഇങ്ങനെ വർഗീയത വിഭാഗീയത ഒക്കെ ഇന്ത്യയിൽ ഇരുന്ന് ഉണ്ടാക്കണം, നരേന്ദ്രമോദിയെ കുറെ കുറ്റം പറയണം, മറ്റ് ലോകരാജ്യങ്ങളിൽ ചെന്ന്, അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ലോകരാജ്യങ്ങളിൽ ചെന്നിരുന്ന ഇന്ത്യയെക്കുറിച്ച് 4 കുറ്റം പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു സുഖവും ഒക്കെ വേറെയാണ്. അതിനെ വിമർശിച്ച് പലരും രംഗത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജയശങ്കർ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ മറുപടി നൽകി. ആക്രമണത്തിന് ശേഷം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ കൃത്യമായ വിവരം അറിയിച്ചത്. അതുകൊണ്ട് കൂടുതൽ കിടന്ന് തിളയ്ക്കേണ്ട, ഇന്ത്യ നാണം കെടുത്താനായിട്ട് എത്ര എയർ വിമാനങ്ങൾ നമ്മുടേത് പാഴായിപ്പോയി, പാകിസ്ഥാന് എണ്ണം കൊടുക്കാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ട്രോളുകളും വന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ മൊത്തത്തിൽ അടിപതറി നിൽക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ സാമ്പത്തികമായി പോലും 4ാം ശക്തി, ജപ്പാനെ പോലും പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ വളർന്ന് പന്തലിക്കുകയാണ് എന്നുള്ള വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന 70 വർഷം ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ഭരിച്ച 10 വർഷം ഇന്ത്യക്ക് എന്ത് നേട്ടങ്ങളുണ്ടായി. മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് നിന്നാൽ ഇന്ത്യയെ വലിയ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു മഹാസംഭവം കൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസം നീതി ആയോഗിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊക്കെ വലിയ നേട്ടമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ന് വരെ ആരും ചിന്തിക്കാത്ത, ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിമാരും പോലും പറയാത്ത കാര്യങ്ങളാണ് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുമ്പോൾ കോൺഗ്രസ് പലസ്തീനോടൊപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ഒരു നേതാവ്, അതും സമുന്നതനായ കോൺഗ്രസിനെ കർണാടകയിൽ പിടിച്ചു നിർത്തുന്ന അതിനുള്ള ബുദ്ധിയും വിവേകവും ശക്തിയുമുള്ള ഒരു നേതാവ് തന്നെ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നു. ഇസ്രായേലിനൊപ്പം ഞങ്ങളുണ്ട് എന്ന്, ഞങ്ങൾ എന്നതിനപ്പുറം ഞാനുണ്ട്, ധൈര്യമായിരിക്കൂ എന്നൊക്കെ ഒരു നേതാവ് പറയുമ്പോൾ അത് കോൺഗ്രസിനെ തളർത്തി തരിപ്പണമാക്കി അടിവേരിറക്കി എന്നുള്ളതല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്?